നമ്മുടെ ഉപാസനമൂർത്തി കൂടാതെ നമ്മുടെ സേവയായിട്ട് കുറച്ച് മൂർത്തികൾ കൂടി വേണം. വടയക്ഷി ചികിത്സ ചെയ്യാൻ പറ്റിയ ഒരു ഉപാസനമൂർത്തിയാണ്. ചികിത്സ ചെയ്യുമ്പോൾ മരുന്ന് ചെയ്യുന്ന സമയത്ത് വടയക്ഷി സാന്നിധ്യം ഉണ്ടെങ്കിൽ കൈവച്ച് കൊടുത്താൽ മതി, വൈകിട്ട് അദ്ദേഹം എഴുതിക്കോളും. ചില ദിവസങ്ങളിൽ നമുക്ക് ഡ്രീംസിൽ ഫീൽ ചെയ്യും ഇന്ന അസുഖമായിരിക്കും, ആ നാടി പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന രോഗം വരുമെന്നും മുൻജന്മങ്ങളിൽ ഇന്ന അസുഖം ആയിരുന്നെന്നും. കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം എന്തോരം പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ചതിൻ്റെ പിന്തുടർച്ചയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പൈസ വാങ്ങിക്കാതെ ചികിത്സിക്കുമല്ലേ? വേണ്ടി വന്ന് ചികിത്സിക്കും. എനിക്ക് ഇന്ന ആളുടെ ഇന്ന അസുഖം മാറ്റിത്തരണം എന്ന് പറഞ്ഞ് വെള്ളം ശബ്ദമുണ്ടാക്കാതെ ഒഴിച്ച്, അപ്പം അതുകൊണ്ടായിരിക്കാം പണ്ട് കാലങ്ങളിൽ മിണ്ടാതെ ഉരിയാടാതെ. വീട് മോശമായി കഴിഞ്ഞാലും അസുഖം വരുമോ? ചില കളരി പോലെ തന്നെ വൈദ്യവും അതിൻ്റെ ഒരു ഭാഗമാണ്, പക്ഷെ അങ്ങ് കൂടുതലും വൈദ്യമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് വൈദ്യം? ഞാൻ കേട്ടിട്ടുള്ള പഴയകാല തലമുറയൊക്കെ കാട്ടിൽ പോയി മരുന്നുകൾ ശേഖരിച്ച് അത് വെച്ച് ചികിത്സാരീതി നടത്തുന്നതാണ്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള വൈദ്യന്മാരെ ഒന്നും കാണാനില്ല. അതേപോലെ തന്നെ അത്തരത്തിലുള്ള സാധനങ്ങൾ ലഭിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ആ വൈദ്യം ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ വൈദ്യം കൊണ്ടുനടക്കാൻ. കാരണം മരുന്നുകൾ കിട്ടാൻ ഇല്ല. ഒരു കാലത്ത് നല്ല നല്ല അങ്ങാടിക്കടകളുണ്ടായിരുന്നു, എന്നാലും നമുക്ക് പറിച്ചെടുക്കാമായിരുന്നു കുറേ മരുന്നുകൾ. പക്ഷേ ഇന്നത്തെ കാലത്ത് മരുന്ന് ചിട്ടയോട് പറിക്കാൻ പറ്റുന്ന ആളുകളില്ല. ഒരു മരുന്നിന് ഒരു ഊർജ്ജം ഉണ്ടല്ലോ. ഒരു ചെടിയിൽ നിന്നും ഇപ്പോൾ മഞ്ഞപ്പറ്റതിന് ഒരു കീഴാർനെല്ലി പറിക്കണം. അത് പറിക്കേണ്ട വ്യക്തി എ എന്ന് ഇരിക്കുക, എ എന്ന് പേരുള്ള വ്യക്തിക്ക് കീഴാർനെല്ലി പറിക്കണം. മഞ്ഞപ്പറ്റത്തിന് വേണ്ടിയിട്ടാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ വൈദ്യൻ പറിക്കുമ്പോൾ അതിരാവിലെ ചെന്ന് കണ്ണൻ ചിരട്ട എടുത്ത് കണ്ണൻ ചിരട്ടയ്ക്കകത്ത് വെള്ളം ഒഴിച്ച് അവിടെ അതിനോട് മാത്രം സംസാരിക്കണം, മനസ്സുകൊണ്ട് സംസാരിക്കണം. കാരണം ഈ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിന് ശബ്ദം വീണ് കഴിഞ്ഞാൽ നാനോ പാർട്ടിക്കളുടെ ശബ്ദത്തിൻ്റെ നാനോ പാർട്ടിക്കളുടെ കാര്യം താഴെയാണ് ഈ കിഴാനല്ലിയുടെ അകത്തിരിക്കുന്ന ഇതിൻ്റെ ആ അസുഖം മാറ്റുന്നതിൻ്റെ എനർജി ഇരിക്കുന്ന അതിനൊക്കെ താഴെയാണ്. അപ്പോൾ ആ സാധനം പോകും. അപ്പോൾ ആ സാധനം പോകാതെ അതിനോട് അപേക്ഷിക്കണം, എനിക്ക് ഇന്ന ആളുടെ ഇന്ന അസുഖം മാറ്റിത്തരണം എന്ന് പറഞ്ഞ് വെള്ളം ശബ്ദമുണ്ടാക്കാതെ ഒഴിച്ച് പറിച്ചെടുത്ത് അരയ്ക്കുമ്പോഴും ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് ആണ് പറഞ്ഞ് ആണ് ചെയ്യുന്നത്. അത് ആ രോഗിയെ മനസ്സിൽ കണ്ടുകൊണ്ടോ? ആ രോഗിയെ മനസ്സിൽ കാണണം, എന്നിട്ട് ചെടിയോട് പറഞ്ഞ് അതിലുപരിയായിട്ട് നമ്മൾ ഉപാസനമൂർത്തി നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇവിടെ നമ്മൾ ചുറ്റുമായിട്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം, നിങ്ങൾ മാത്രമല്ല, നമ്മളല്ലാതെ ഒത്തിരി എനർജി ഫോംസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചുറ്റും എൻ്റെ ഒരു തോട്ട് ഫോം ഒരു എനർജിയാണ്, എൻറ്റിറ്റിയാണ്. അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന എനർജി, ഭൂതവേദം എന്ന് പറയുന്ന അതും ഒരു എനർജിയാണ്. ഇവനൊരു തോട്ട്സ് വരെ ഒരു എനർജിയാണ്. ഇതെല്ലാം നമ്മളോടൊപ്പം ഉണ്ടോ? എല്ലാം നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ ഒരു ലോഡ്ജ് റൂം എടുക്കാം. ലോഡ്ജ് എത്ര ക്ലീൻ ചെയ്താലും തൊട്ട് മുമ്പ് പോയ ആളുകളുടെ സംസ്കാര വാസനകൾ ആ റൂമിൽ ഉണ്ടാവും, തോട്ട്സ് ഉണ്ടാവും. ആ തോട്ട്സ് ഹൈ ആണെങ്കിൽ നമ്മൾ പ്യുവർ മൈൻഡായിട്ട് കയറി കഴിഞ്ഞാൽ ആ തോട്ട്സ് നമ്മളെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ തോട്ട്സാണ് അഫക്റ്റ് ചെയ്തത്, ആ വ്യക്തികളല്ല. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മുടെ ഈ ചുറ്റുപാടും കുറേ തോട്ട്സിൻ്റെ കുറേ എൻറ്റിറ്റീസ് ഉണ്ട്. തോട്ട്സ് മാത്രമല്ല, മറ്റുള്ള എൻറ്റിറ്റീസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ തോട്ട്സ് വരെ കൂട്ടിക്കോ. അപ്പോൾ ഞാൻ കിഴാനല്ലി പറിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ തോട്ട് മാറാൻ പാടില്ല. ആ ആളുടെ ഇതുണ്ടാവണം, ആ ആളെ പറ്റിയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടാവണം. ആളുടെ ഇന്ന കർമ്മഫലം കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന ദോഷം കൊണ്ടാണ് വന്നിരിക്കുന്നതെന്നും അത് മാറ്റാനായിട്ട് എൻ്റെ ഉപാസനമൂർത്തി എൻ്റെ കൂടെ ഉണ്ടാവണമെന്നും പറഞ്ഞിട്ടാണ് പറിക്കുക. അത് രോഗത്തിനോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് മുൻജന്മ പാപങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് വരുമോ? അത് വരും. മോഡേൺ സയൻസ് പറയുന്നു ചില ഹെർബ്സിൻ്റെ അകത്ത് സൗണ്ടിനേക്കായും ലൈറ്റായിട്ടുള്ള എനർജികളുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പണ്ട് കാലങ്ങളിൽ മിണ്ടാതെ ഉരിയാടാതെ മരുന്ന് പറിക്കാൻ പോണത്. അപ്പോൾ മിണ്ടിക്കഴിഞ്ഞാൽ എനർജി പോവും. കല്ലും വിട്ട് ഇടിക്കുമ്പോൾ കല്ല് ശബ്ദം മതി പോകാനായിട്ട്. അപ്പോൾ ആ ശബ്ദം വരെ ഉണ്ടാകാതെയാണ് നമ്മൾ മരുന്ന് അരയ്ക്കുന്നതും ഉരയ്ക്കുന്നതുമെല്ലാം. അങ്ങനെ ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയുടെ എന്തുകൊണ്ടാണ് അസുഖം വന്നതെന്ന് നാം ചിന്തിക്കുക. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ കിടക്കുന്ന വീടിൻ്റെ മുറിയുടെ അളവ് ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ അളവ് ശരിയല്ലെങ്കിൽ വാസ്തുശൈലി എന്ന് പറയും. നമ്മൾ ശരിയല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നതിൻ്റെ അളവ് തെറ്റും. ശ്വാസം എടുക്കുന്നതിൻ്റെ അളവ് തെറ്റി കഴിഞ്ഞാൽ വിഷയമായി. ഇപ്പോൾ എടുക്കുന്ന ശ്വാസമല്ല ഉറങ്ങുന്ന സമയത്ത് എടുക്കുന്ന
ശാസ്ത്രം അല്ലേ? അപ്പോൾ ക്രമേണ അശാസ്ത്രീയമായിട്ട് ശ്വാസം എടുക്കുമ്പോൾ അസുഖം വരും. ശരിയല്ലേ? ഇപ്പോൾ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും കൃത്യമായ രീതിയിൽ ഓക്സിജൻ എത്താണ്ട് വന്നാൽ അസുഖമാണത്. ശരിയല്ലേ? എന്ന് പറയുന്ന പോലെ വീടിൻ്റെ വിഷയം കൊണ്ട് അസുഖം വരാം. ഇനിയിപ്പോൾ അത് വേണമെന്നില്ല, അവൻ്റെ ഗ്രഹനില അനുസരിച്ച് അസുഖം വരാം. ചില പ്രശ്നം, അതായത് ശനിയുടെ അപഹാരമോ അല്ലെങ്കിൽ ശനിയുടെ പ്രശ്നം വരുമ്പോൾ ശരീരത്തിനകത്ത് ഈ കാൽഷ്യം ഡെപ്പോസിറ്റ്, അയൺ കണ്ടൻറ്റൊക്കെ കുറയും. അതുകൊണ്ടും വരാം. ഇനിയിപ്പോൾ വീണാൽ വരാം, ശത്രു ഉണ്ടെങ്കിൽ വരാം. ഇതൊക്കെ ബാധിക്കുന്ന മുജ്ജന്മഭാവമാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ഒരു വൈദ്യന് കണ്ടെത്താൻ കഴിയും? അതിനാണ് വൈദ്യം എന്ന് പറയണത്. വൈദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വശാസ്ത്ര വിഹിതാപ്രിയകൾ, എല്ലാ ശാസ്ത്രത്തിനെ പറ്റി അറിയണം. എല്ലാ ശാസ്ത്രങ്ങളും, അതായത് പണ്ട് നമ്മൾ അറിയേണ്ട എല്ലാ ശാസ്ത്രങ്ങളും, പണ്ട് ഉണ്ടാകുന്ന എല്ലാ ശാസ്ത്രങ്ങളും, ഉപാസന എന്താ അറിയണം. ആ ഉപാസനയോട് എല്ലാം പഠിക്കുക, അതാണ് ബേസ്. ബാക്കിയെല്ലാം തന്നെ വന്നു തരുന്നതാണ്. അപ്പോൾ വൈദ്യം പഠിക്കുന്നതിന് മുമ്പ് വാസ്തു പഠിക്കണം, ജ്യോത്സ്യം പഠിക്കണം, ഹസ്തരേഖ പഠിക്കണം, പിന്നെ കോടാങ്കി ശാസ്ത്രം പഠിക്കണം, മന്ത്രം പഠിക്കണം, തന്ത്രം പഠിക്കണം. ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും പഠിച്ചാൽ മാത്രമാണ് നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജ്യോത്സ്യം മാറ്റാൻ പറ്റും. ഒരു ജ്യോത്സ്യം തന്ത്രവും മാന്ത്രികവും എല്ലാം പഠിച്ചിരിക്കണോ? ജ്യോത്സ്യനല്ല, വൈദ്യൻ. അതും ചികിത്സിക്കേണ്ടത്, ഇതെല്ലാം പഠിച്ച ശേഷം ചികിത്സിക്കേണ്ടത് പൈസ വേണ്ട. ചില ചികിത്സ വേണ്ടി ചെയ്താൽ പൈസ ഒന്നും കിട്ടാറില്ല, മരുന്നിൻ്റെ പൈസ ഒന്നും കിട്ടാറില്ല നമുക്ക്. അങ്ങനത്തെ അവസ്ഥയ്ക്ക് ആയി തുടങ്ങി. കാരണം ചില ആളുകൾ വരുമ്പോൾ ചികിത്സിച്ച് എല്ലായിടത്തും പോയി ആവശ്യമായിട്ട് തന്നെ, അപ്പം നമുക്ക് പൈസ പറയാൻ നമ്മൾ യോഗ്യനല്ല. മരുന്ന് പൈസ കിട്ടിയാൽ തന്നെ സന്തോഷം. പൈസ വാങ്ങിക്കാതെ ചികിത്സിക്കുമല്ലേ? വേണ്ടി വന്ന് ചികിത്സിക്കും. ഇഷ്ടമായി ചികിത്സിച്ചിട്ടുണ്ട്, ചികിത്സിക്കുന്നുമുണ്ട്. ഇത് നമുക്കൊരു, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദ രംഗത്താണ് ഇപ്പോൾ കൂടുതലും വൈദ്യന്മാരുള്ളത്. അപ്പോൾ അവരെല്ലാം വലിയൊരു തുക മുടക്കിയാണ് വലിയ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പണം ഈടാക്കി കൂടെ? ഇപ്പം അങ്ങ് പറഞ്ഞാൽ ചെറിയ തെറ്റുണ്ട്. അത് ജനം എങ്ങനെ എടുക്കുമെന്ന് അറിയാൻ പാടില്ല. ആയുർവേദം എന്ന വാക്ക് ശരിക്കും ഇപ്പം തെറ്റാണ്. പൗരാണിക ആയുർവേദം എന്ന് പറയണം. ഒരു കാലത്ത്, അതായത് ഒരു 10 തലമുറ മുന്നേ നോക്കിയാൽ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, ആയുർവേദം, പൗരാണിക ആയുർവേദം. നമുക്കൊരു പനി വന്നാൽ നമ്മുടെ അമ്മമാർ ചുക്കിട്ട് വെള്ളം നിർദ്ദേശിച്ചൊക്കെ തരും. അതോ ഇപ്പം അതൊക്കെ ഉള്ളൂ. പണ്ട് അതല്ല. പണ്ട് ഇപ്പം ഒരു പെൺകുട്ടി പ്രായമനുസരിച്ചിട്ട് ചിലപ്പോൾ ഭിത്തിയിലെ മണ്ണ് കിടത്തി തിന്നും. മിക്കവാറും അവിടെ വീടുകളുണ്ടാവുന്ന സംഭവമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അമ്മ ചീത്ത പറയും. അമ്മ അത് കാണുന്നുണ്ട്, ചീത്ത പറയുകയും ചെയ്യും. എന്നിട്ട് അമ്മ എന്തെന്ന് പറയുമോ, ഈ കുട്ടിക്ക് ചെന്തെങ്ങിൻ്റെ കരിക്ക് എടുത്ത് വെട്ടിയെടുത്ത് അതിൽ കോലൊക്കെ ചേർത്തിട്ട് മരുന്നിട്ട് ഒഴുകി കൊടുക്കും. ഈ കുട്ടിയുടെ ഹോർമോണിൽ വ്യത്യാസമുണ്ടും, അതായത് ഈ വയറ്റിലെ കൃമി ഉണ്ടാകുന്നതും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ശാരീരികമായിട്ട് ക്ഷമത കുറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. പിത്തത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ്, പിത്തത്തിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഈ അമ്മ തിരിച്ചറിയാണത്, ഇന്ന ലക്ഷണം കാണിച്ചാൽ ഇന്ന അസുഖം. അപ്പോൾ പണ്ട് കാലത്ത് വീട്ടിലുള്ള അമ്മമാർ ആയുർവേദ ഡോക്ടറായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ എന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ തുടങ്ങിയത്. ക്ഷമിക്കണം, അന്ന് മുതൽ കുറേ കാര്യം നശിച്ചു പോയിട്ടുണ്ട്. ഇന്ന് കാണുന്ന ആയുർവേദത്തിൽ ഇതൊന്നുമില്ല. മാത്രമല്ല, മരുന്നുകൾ യുക്തിയുക്താന്തര. നടുവേദനയ്ക്ക് വരുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു മരുന്നല്ല. ഒരേപോലെ ഇരിക്കുന്ന ട്വിൻ ബ്രദറായിട്ടുള്ള ഒരേ ശരീരം ഒരേ മനസ്സ് വയ്ക്കുന്ന 2 മക്കൾക്ക് 2 പേര് വന്നാൽ ഒരു അസുഖത്തിന് 2 മരുന്ന് കൊടുക്കേണ്ടി വരും. അത് ഒരു നടുവേദനയായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു മരുന്നല്ല. അപ്പം നടുവേദന എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കത്തില്ലേ? അത് പല കാരണങ്ങളുണ്ടാവും. ഒരേപോലെ ഇരിക്കുന്ന 2 പേര് നിലത്ത് വീണ് നടു കംപ്ലൈൻ്റ് ആയാൽ തന്നെ കൊടുക്കേണ്ടത് ഒരു മരുന്നല്ല. അവൻ്റെ ശ്വാസഗതി നോക്കണം. 2 പേരെ ശ്വാസ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം എൻ്റെ ശ്വാസഗതി അല്ല അങ്ങേക്ക്, അല്ലേ? അതെ, ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ശ്വാസഗതി നോക്കണം, മനസ്സ് നോക്കണം, ആ നടു എങ്ങനെയാണ് മാറിയിരിക്കുന്നത് നോക്കണം. വീണതാണെങ്കിൽ ചിലപ്പോൾ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവാം, ക്ഷതം ഉണ്ടാവാം, ചിലപ്പോൾ ക്ഷതം ഉണ്ടാവില്ല. അപ്പോൾ ക്ഷതത്തിൻ്റെ ഏറ്റക്കുറവ് അനുസരിച്ച് മരുന്നുകൾ ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ വൈദ്യന്മാർ നേരിടുന്ന വിഷയം. കാരണം ഒരു മരുന്ന് പറയുകയാണ്, ഇപ്പോൾ രാസ്നവലാതി കഷായം, ഈ സാധനം ഇന്ന് മാർക്കറ്റിൽ കിട്ടാനില്ല. നയനമില്ലാതികേരം കിട്ടാനില്ല. അപ്പോൾ നമുക്കത് ഉണ്ടാക്കേണ്ട വരും. അതുതന്നെ അയവെണ്ണ, അഴകുഴമ്പ് ഒന്നും മാർക്കറ്റിൽ കിട്ടാനില്ല. അപ്പോൾ ഒരു അസ്ഥി ഒടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, അസ്ഥി മുറുകി പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ രണ്ട് പേര് വന്നേക്കണം, ഒരേപോലെ അസ്ഥി ഒട്ടിയിട്ട് ഇരിക്കുന്ന രണ്ട് പേര് വന്നു. അപ്പോൾ രണ്ട് പേർക്ക് ഒരേ മരുന്നല്ല കൊടുക്കണ്ടേ, അതിൽ മാറ്റം വരുത്തണം. ചില ആളുകളുടെ സ്കിന്നിൽ ബലം ഉണ്ടാവില്ല, മീൻസ് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട മരുന്നിൽ ആ കണ്ടൻറ്റ് കുറയ്ക്കണം. കാരണം രൂക്ഷമുള്ളവർക്ക് രൂക്ഷമുള്ള മരുന്നും അല്ലെങ്കിൽ ഏൽക്കില്ല. ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ആളെ നമ്മൾ തല്ലുമ്പോൾ ഇങ്ങനെ തല്ലിയാൽ മതി, അവർക്ക് വേദനിക്കും. ഹാർഡുള്ള ആൾക്ക് തല്ലുമ്പോൾ അത്ര ശക്തമായിട്ട് തല്ലണം. അപ്പം മരുന്നുകളിൽ എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു വൈദ്യൻ്റെ അടുത്ത് ഒരു 10-50 ലക്ഷം രൂപയുടെ മരുന്ന് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം ഉണ്ട്. 50 ലക്ഷം രൂപയുടെ മരുന്ന് മിനിമം. കാരണം മരുന്നുകൾ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ ചികിത്സ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും പണ്ടത്തെ കാലത്തൊക്കെ വൈദ്യ കുടുംബത്തിന് സ്ഥലം കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കണേ. അത് ഇതുകൊണ്ടാവാം. കാരണം നമ്മൾ പല ചികിത്സയും പിടിക്കാതിരിക്കുന്നതിന് കാരണം മരുന്നില്ലാത്തതിൻ്റെ പേരില്ല. ഒരു വൈദ്യൻ എങ്ങനെയായിരിക്കണം? വൈദ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മജ്ഞാനി ആയിരിക്കണം എന്ന് പറയാം. ശരി, അതായത് സ്വന്തം ശരീരത്തിൻ്റെ അകത്ത് ഉള്ള സൂക്ഷ്മത, ജീവാംശത്തെ അറിഞ്ഞ വ്യക്തിയായിരിക്കണം. വരുന്നവൻ്റെ അകത്ത് എന്ത് കാരണം കൊണ്ടാണ് അസുഖം വന്നേക്കണേ. ഇപ്പം നമ്മുടെ കാഴ്ചയിൽ ചിലപ്പോൾ ഒരു മരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടായ ഗ്യാസ് ആയിരിക്കാം. പക്ഷെ വൈദ്യം ചിന്തിക്കുന്നതല്ല, ആ ഗ്യാസ് വരണമെങ്കിൽ അത് ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിക്കാൻ ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തെ തേടിയാണ് പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർമിക് റിലേഷൻ ഉണ്ടാവും. ആ എൻകോഡിങ്ങിനാണ് പുള്ളി എടുത്ത് കളയുന്നത്. അങ്ങനെ കഴിവുള്ളവർ മാത്രമാണ് വൈദ്യനാവുക, ബാക്കിയെല്ലാം ഡോക്ടറാവുക. അതുകൊണ്ടാണ് ഈ കളരിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. കളരി ആശാൻ എന്ന് പറയാം, കളരി ഗുരുക്കൾ എന്ന് പറയാം. ആശാൻ എന്നല്ല, കളരി ഗുരുക്കൾ എന്ന് പറയാം. കളരി ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ അവർ ഹഠയോഗത്തിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നാഡി വ്യവസ്ഥ പറ്റി അറിയാൻ പറ്റും, എത്ര നാഡികളുണ്ടെന്നും ആ നാഡി പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന രോഗം വരുമെന്നും പാസ്റ്റ് ലൈഫിൽ ഇത്ര അസുഖം, മീൻസ് മുൻജന്മങ്ങളിൽ ഇന്ന അസുഖം ആയിരുന്നെന്നും ഒക്കെ അറിയാൻ പറ്റും. അതാണ് ഒരു രസം. ഇപ്പോൾ കളരി പഠിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ വരും. അപ്പോൾ നേരത്തെ ചോദിച്ച പോലെ കുറേ ആൾക്കാർ വരുമല്ലോ ഒരു ഇൻസ്പിറേഷൻ്റെ പേരിൽ. ചില ആൾക്കാരെ തുടക്കമായിരിക്കും. നമ്മൾ കാണുമ്പോൾ ഇന്ന് 10 പേര് ദക്ഷിണ വെച്ച് നോക്കിയിട്ട്, ഈ 10 പേരിൽ 10 പേരും ഇന്ന് തുടക്കക്കാരല്ല. ചില ആളുകൾ പണ്ടേ തുടങ്ങിയവരുണ്ടാവും. ഈ ലൈഫിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പാസ്റ്റ് ലൈഫിൽ. അപ്പോൾ അങ്ങനെ തുടങ്ങിയവരുണ്ടെങ്കിൽ ഈ ലൈഫിൽ അവൻ എവിടെയാണോ നിർത്തിയേക്കണേ, പാസ്റ്റ് ലൈഫിൽ എവിടെയാണ് നിർത്തിയേക്കണേ, അവിടെ നിന്ന് തുടങ്ങാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാക്കലാണ് ഈ ഗുരുനാഥനുണ്ട് ഉദ്ദേശം. അപ്പോൾ എൻ്റെ അടുത്ത് 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം എന്തോരം പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ചതിൻ്റെ പിന്തുടർച്ചയാണ് ഞാൻ പഠിപ്പിക്കേണ്ടത്. ബേസിക് ആയിട്ട് പഠിപ്പിക്കും. അതല്ലാതെ കുറച്ചാണ് കഴിയുമ്പോൾ അവനും മാറ്റും, അവൻ രീതികൾ മാറ്റും. അതാണ് അത് അറിയാനുള്ള കഴിവ് ആണ് ഈ പറഞ്ഞ വൈദ്യനും വേണ്ടത്, ഗുരുക്കൾക്കും വേണ്ടത്. അത് നശിച്ചുകൊണ്ടിരിക്കുക. കാരണം അപ്പോൾ അങ്ങയുടെ പൂർവ്വജന്മം എനിക്കറിയാമോ? എനിക്കറിയാം, പക്ഷെ ചില കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കണം. ഞാനൊരു ശിവാനന്ദ ബാബ എന്നുള്ളൊരു ബാബ ഉണ്ടായിരുന്നല്ല ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ചാൾ ഞങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായ സമയത്ത് വിത്ത് ഫീലിങ്ങും ഇന്ന് കാണുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി അല്ല, നമ്മുടെ ഈ ഓറയ്ക്ക് ഓരോ ഉള്ളി ലെയർ പോലെ കുറേ ചെറിയ ചെറിയ ലേയേഴ്സ് ഉണ്ട്. ഓരോ നമ്മളിപ്പോൾ പറയുമ്പോൾ ഓറ എന്ന് ഇങ്ങനെയല്ലേ പറയണേ, ഓരോ ഇതിനും ചെറിയ ചെറിയ മൈന്യൂട്ട് ലേയേഴ്സ് ഉണ്ട്. ഈ ഓരോ ലേയേഴ്സിൻ്റെ ഉള്ളിലും കാർമിക് എൻകോഡിങ്സ് ഉണ്ട്. അപ്പോൾ ഒരു കാർമിക് എൻകോഡിങ് എടുത്തു കഴിഞ്ഞാൽ ഒരു പാസ്റ്റ് ലൈഫായിട്ട് കണക്റ്റാണ്. ഒരു 5 mm തിക്നെസ്സുള്ള സ്ഥലത്ത് അവിടെ നോക്കി കഴിഞ്ഞാൽ 100,000 എലമെൻറ്റ്സ് ഉണ്ടാവും. 100,000 എലമെൻറ്റ്സ് 100,000 ജന്മമായിട്ട് വന്ന് കണക്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്, എനിക്കറിയാൻ ഞാൻ ചെയ്യാറുമുണ്ട്. പക്ഷെ ഇതൊക്കെ അവസരോചിതം മാത്രമാണ്, അവസ്ഥകൾക്കനുസരിച്ച് മാത്രമാണ് നമ്മളത് ചെയ്യാറുള്ളത്. അല്ല, പലരും പറഞ്ഞിട്ടുണ്ട് മരണശേഷം എന്താണ് എന്നത് വലിയൊരു സമസ്യയായിട്ട് ഇപ്പോഴും പലരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ആത്മാവ് ഒരു ജീവനിൽ നിന്നും അടുത്ത ജീവനിലേക്ക് പോകുക തന്നെയാണോ ചെയ്യുന്നത്? ഇച്ചിരി കോൺട്രവേഴ്സിയാണ്. നമുക്ക് മരണശേഷമുള്ള അവസ്ഥയെ അറിയാൻ സാധിക്കും. മരണശേഷം അപ്പോൾ വേറെ ലൈഫിലേക്ക് പോകുകയല്ല. ഒരു 10-30 വർഷമൊക്കെ ആ ആത്മസ്വരൂപം വേറെ ബോഡി എടുക്കും. ഇത് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ബോഡിയാണ്. ഇതെല്ലാം പഞ്ചഭൂതമാണ്. പഞ്ചഭൂതത്തിൽ നിന്നും ഒരു എലമെൻ്റ് ഇല്ലാണ്ടായാൽ പിന്നെ അദൃശ്യമാണ്. ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. കാണാൻ സാധിക്കും, ഈ കണ്ണുകൊണ്ടല്ല. അതിനെ അറിയുന്നൊരു ലോകമുണ്ട്. അതിനെ മൊത്തം പറയുന്നവരാണ് ബ്രഹ്മാണ്ടം എന്ന് പറയും. എല്ലാവരും ബ്രഹ്മാണ്ടം എന്ന് പറയാറുണ്ട്. പക്ഷേ ആ ബ്രഹ്മാണ്ടത്തിനകത്ത് ഏത് ലെവലിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ
ഒരു കത്തി കുത്തി ഒരാൾ കൊന്നു നിൽക്കട്ടെ, ഈ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ എനർജി പാറ്റേൺസ് ചിലപ്പോൾ ലോ ഫ്രീക്വൻസി പോകാം. ഇപ്പോൾ അടുത്ത ലൈഫിൽ അടുത്ത ലൈഫിൽ എനിക്ക് അദ്ദേഹത്തിന് കിട്ടി നോക്കിയിട്ട്, അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ നോക്കുമ്പോൾ ഒരു എനർജി ലെവൽ കാണണ്ടാവില്ല, എനർജിയുടെ ഒരു പാറ്റേൺ മിസ്സിങ് ആയിരിക്കും. ആ പാറ്റേണിനെ എടുത്തു വെച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ അസുഖം മാറും. അത് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അതാണ് ചികിത്സ. അപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള ചികിത്സയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരാൾ വന്നു കഴിയുമ്പോൾ ആളുടെ അസുഖത്തിനല്ല മാറ്റേണ്ടത്, രോഗകാരണങ്ങളെയാണ് മാറ്റുന്നത്. ചിലർ രോഗലക്ഷണേ പറയും, രോഗലക്ഷണമല്ല, രോഗത്തിന് കാരണബോധമായിട്ടിരിക്കുന്നത് എന്താണോ അതാണ് മാറ്റേണ്ടത്. പൂർവ്വജന്മം കൃതം പാപം വ്യാധി രൂപേണ ജാതി എന്ന് പറയാം. പൂർവ്വജന്മത്തിലായിട്ടുള്ള നമ്മൾ എല്ലാ കാര്യങ്ങളും കർമ്മം എന്ന് പറയുന്നത് അതൊക്കെയാണ് ഈ സമയത്ത് കർമ്മമായിട്ട് തന്നെ. സന്തോഷിച്ചാലും കർമ്മമാണ്, ചിരിച്ചാലും കർമ്മമാണ്, ഒരു പൂവിനെ നോക്കിയാലും കർമ്മമാണ്. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോഴാണ് അത് രോഗമില്ലാണ്ടാവുന്നത്. രോഗമുക്തമായ ശരീരം ഉണ്ടാക്കിയെടുക്കലാണ് ആയുർവേദം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്ന ഒരാൾ, അയാളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി ഒരു ചിന്ത ഉള്ളിൽ വരുമോ? അതായത് ഇപ്പോൾ ഞാൻ ഇരിക്കുകയാണ്, അപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമ്പോൾ ഇന്ന ആൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ പലപ്പോഴും ഇതിൽ ലക്ഷണശാസ്ത്രം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൈദ്യൻ കൂടുതലും ലക്ഷണശാസ്ത്രം നോക്കിയിട്ടാണ് വൈദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ വരികയാണെങ്കിൽ അതിലെ അപ്പോഴുള്ള ലക്ഷണങ്ങൾ നോക്കിയിട്ട് അയാൾക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് പറയാറുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? കുറേ വഴികളുണ്ട്. അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഒരാളിൽ നിൽക്കുന്നതല്ല, ഞാൻ ചെയ്യുന്ന ശീലം എനിക്ക് ഈസി ആയിട്ട് ഫോമാണ് ഞാൻ ചെയ്യുന്നത്. ഒരു പേഷ്യൻ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഫീൽ ചെയ്യും പേഷ്യൻ്റ് വരുന്നുണ്ടെന്ന്. പാമ്പ് സർപ്പ ചികിത്സ ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്ന പോലെ അതിന് ഉപാസന ചെയ്യേണ്ട മൂർത്തികൾ വേറെയാണ്. നമ്മുടെ ഉപാസന മൂർത്തി കൂടാതെ നമ്മുടെ സേവയായിട്ട് കുറച്ച് മൂർത്തികൾ കൂടി വേണം. അത് ചികിത്സ ചെയ്യുമ്പോൾ പഠിക്കേണ്ട. ഇപ്പം നമ്മുടെ വടയക്ഷി ചികിത്സ ചെയ്യാൻ പറ്റിയ ഒരു ഉപാസന മൂർത്തിയാണ്. ചികിത്സ ചെയ്യുമ്പോൾ മരുന്ന് ചെയ്യുന്ന സമയത്ത് വടയക്ഷിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കൈവച്ച് കൊടുത്താൽ മതി, വൈകിട്ട് അദ്ദേഹം എഴുതിക്കോളും. ഇതൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അനുഭവമാണ് പറയുന്നത്. രോഗി വരുന്നതിന് മുമ്പേ നമുക്ക് ആ രോഗി വരുന്നുണ്ടെന്ന് മനസ്സിലാവും, ഇന്ന അസുഖമുള്ള രോഗി വരുന്നുണ്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരാൾ വിളിച്ചിട്ട് എനിക്ക് നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്താൽ വരിക. അപ്പോൾ എടുത്ത് വരുമ്പോൾ തന്നെ തലേ ദിവസം ചില ദിവസങ്ങളിൽ നമുക്ക് ഡ്രീംസിൽ ഫീൽ ചെയ്യും ഇന്ന അസുഖമായിരിക്കും. മേ ബി എൻ്റെ തോട്ടം അത്രയും ഡെപ്തിലായതിൻ്റെ പേരിലായിരിക്കും. പക്ഷേ ആണെങ്കിലും അല്ലെങ്കിലും വന്നിരുന്ന വ്യക്തിയുടെ നാടി പിടിച്ചിട്ട് പറയുന്ന ലക്ഷണങ്ങളൊക്കെ കറക്റ്റായിരിക്കും. അത് നാടി പിടിക്കാതെ ഒരു ശരീരം കണ്ടിട്ട് പറയാൻ പറ്റും ലക്ഷണശാസ്ത്രം. ചില ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യില്ല, നിങ്ങൾക്കത് പറയാം. ചില ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല, ചില ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്ട് പറ്റില്ല. അപ്പോൾ ഒരു ഫിസിക്കൽ ബോഡി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഫിസിക്കലാണ്. അതെ, സപ്പോർട്ട് വേണം. കാലിരിക്കുന്ന സപ്പോർട്ട് വേണം. ഇപ്പോൾ എനിക്ക് ഒരാളുടെ സപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഒരു ബോഡി ലാംഗ്വേജാണ്. ഈ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് എനിക്ക് കുറേ കേസ് പറയാൻ പറ്റും. NLP എന്ന് പറയുന്ന രീതി അങ്ങനെയാണ്, മനസ്സിലാവുണ്ടോ? അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴും എൻ്റെ ബോഡി ആക്സെപ്റ്റ് ചെയ്യുന്ന എനർജിയും ഇങ്ങനെ ഇരിക്കുമ്പോൾ എനർജി രണ്ടാണ്. ഞാനിപ്പോൾ കംഫർട്ടബിളാണ്, അങ്ങത്ര കംഫർട്ടബിൾ അല്ല. ഇല്ല, ക്ഷമിക്കണം, കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. കാര്യം എന്താ അറിയാം, ഈ കാല് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, നമ്മൾ അത്ര അധികം കംഫർട്ടബിൾ അല്ല. ഇനി പോക്കറ്റിൽ കയറ്റിരിക്കുക, കണ്ടോ? ചില ആൾക്കാർ മിക്കവാറും പോക്കറ്റിൽ കയറ്റി. നമുക്ക് അവിടെ അപ്പം ചോദിക്കാം, ഇരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടോയെന്ന് ചോദിക്കാം. നമ്മൾ എത്ര എനർജറ്റിക് ആണെങ്കിലും പോക്കറ്റിൽ കയറ്റാൽ അപ്പോൾ ഇരിക്കാൻ ടെൻഡൻസി തോന്നും. അത് ബോഡി ലാംഗ്വേജാണ്, ഞാൻ കുറ്റം പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയുടെ നോട്ടം, ബോഡിയുടെ ആകൃതി, നാക്കിൻ്റെ നനവ്, അതിൻ്റെ വരകൾ, അതിൻ്റെ കട്ടികൾ, ശരീരപ്രകൃതികൾ, ശരീരത്തിനുള്ള ടോണിങ്, എണ്ണമയം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്രകൃതിയിലുള്ള ആളാണെന്ന് പറയാൻ പറ്റും. ഞാൻ നോക്കാറ് വളരെ കുറവാണ്. അങ്ങനെ നോക്കിയാൽ ഇപ്പം പിത്തപ്രകൃതക്കാരൻ ഒന്ന് നോക്കിട്ടെ, പൈൽസ് ഉണ്ടോ എന്ന് ചോദിക്കാം. തൊടണ്ട വരുമ്പോൾ തന്നെ ചോദിക്കാം പൈൽസ് ഉണ്ടോ. ഇല്ലാന്ന് പറയില്ല, ഉണ്ടാവും. പൈൽസ് ഇല്ലെങ്കിൽ 2 വർഷത്തിൽ പൈൽസ് വരികയും ചെയ്യും. അങ്ങനെ ഒരു പേഷ്യൻ്റ് 2000 കൊറോണയ്ക്ക് മുമ്പാണ്, ഞാൻ വർഷങ്ങൾ ഓർക്കല്ലേ, വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ വീണ്ട സ്ഥാനം മോശമാണ്, അപ്പോൾ അതുകൊണ്ട് ചികിത്സ ചെയ്ത അസുഖം മാറില്ല. മുട്ടുവനിക്ക് പുള്ളി വന്നേ, മുട്ടിങ്ങനെ ആ പല്ല് ഇറങ്ങുന്ന പോലെ ഇറങ്ങുന്ന അവസ്ഥയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അത്
മുട്ടുവേന നടുവേന മാറാത്തതിന് കാരണം വീട്ടിലെ വിഷയം കൊണ്ടാണ്. അപ്പോൾ അതൊന്നും ഒന്ന് രണ്ട് പള്ളികൾ പറഞ്ഞു, ക്രിസ്ത്യൻ ഡിവോട്ടികളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട, അല്ലാതെ എല്ലാവർക്കും ഹിന്ദു തത്വം കൊടുത്താൽ ശരിയാവില്ല. അപ്പോൾ മോൻ്റെ സംസ്കാരം ഏതിലാണോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യേണ്ടത്. പുള്ളി ക്രിസ്ത്യാനിറ്റി ആയതുകൊണ്ട് ക്രിസ്ത്യൻ രീതിയിൽ ഞാൻ കുറേ പള്ളി പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഈ ഒരു കൊറോണ കഴിഞ്ഞ് 2022 തോന്നുന്നു പുള്ളി വീണ്ടും വന്നു. ചേട്ടാ ഒരു രക്ഷയില്ലോട്ടാ, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇനിയും നിൻ്റെ ചികിത്സ നോക്കാണ്ടിരുന്നാൽ ഞാൻ വൈദ്യനാണെന്ന് പറയാൻ പറ്റില്ല, ചികിത്സ ചെയ്യാം. എന്നിട്ട് ചികിത്സ തുടങ്ങി. ചികിത്സ മരുന്നുണ്ടാക്കി അന്ന് എൻ്റെ കയ്യിലൊരു FC ഉള്ളത്. എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ചെയ്തിട്ട് മറിഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി മരുന്നുണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിൽ പോകുന്ന ഓൺ ദ വേ വണ്ടി മറിഞ്ഞാടിപ്പോയി. അപ്പോൾ അതിന് ശേഷം ഞാൻ സാധന വിലം കൂട്ടി ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. മരുന്ന് ബോഡി എടുക്കുന്ന സമയമുണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഇന്ന് ബോഡി എടുക്കില്ല മരുന്ന് എടുക്കാനായിട്ട് കുറച്ച് ദിവസം കൊടുക്കും. മരുന്ന് എടുത്ത അന്ന് വീളെ പട്ടിയത്ത് പോയി. ഞാൻ പറഞ്ഞു ഇനിയും വിഷയങ്ങളുണ്ടാവും. നിൻ്റെ ബോഡി ശരിയാകുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ അവിടെ മാറ്റം വരും. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നടു കറക്റ്റാക്കി വീട്ടിൽ ചെന്ന് കയറിയ നിമിഷം പുള്ളിയുടെ അച്ഛൻ്റെ കൈ ഒടിഞ്ഞ് എൻ്റെ അടുത്ത് വന്നത്. കൈ ഒടിഞ്ഞ പൊട്ടല്ല, കൈ ഒടിഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള അസുഖങ്ങൾ വേറെ ഉണ്ടാവും, അസ്വസ്ഥകൾ വീണ്ടും ഉണ്ടാവും. അത് നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വരില്ല. സോ ബെറ്റർ ഒരു ആദ്യം കാണിച്ച് വീട് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം വീട് കറക്റ്റ് ചെയ്തു. ഏറെക്കുറെയൊക്കെ ശരിയായി. അപ്പം ആർക്കും വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ പോകണം. അപ്പം ഇങ്ങനെയും ചികിത്സയുണ്ട്. ഇപ്പോൾ വീട് മോശമായി കഴിഞ്ഞാലും അസുഖം വരുമോ? പിന്നെ തീർച്ചയായിട്ടും കണ്ടല്ലേ, ചില വീടിൻ്റെ മുകളിൽ പ്രാവുകളൊന്നും കയറും. കണ്ടല്ലോ, ചില വീടിന് പ്രാവ് കയറിയേയില്ല. ചില വീടിൻ്റെ അകത്ത് നമ്മൾ എത്ര ബഹളം ഉണ്ടായാലും കുരുകൾ കൂട്ടിട്ടു അല്ലേ? അതൊക്കെ ഒരു ലക്ഷണങ്ങളാണ്. ഈ റൂമില്ലേ, ഈ മുറി എല്ലാ റൂമിനും അളവുണ്ട്. നമ്മളതിന് കണക്ക് പറയും, ഓരോന്നിനും ഓരോ കണക്കാണ് പറയുക. വാസ്തുവായിട്ട് ബന്ധപ്പെട്ട പറയേണ്ട, ചികിത്സയല്ല പറയേണ്ടത്, വാസ്തുവാണ്. അത് ആ വാസ്തുവിൽ വിഷയം നാടി കിട്ടും. ഞാൻ കിടക്കുന്ന മുറിയുടെ അവസ്ഥ എൻ്റെ നാടി കിട്ടും. അപ്പോൾ ഒരു മനുഷ്യൻ ശരാശരി എടുക്കുന്ന ഒരു മിനിറ്റിലെടുക്കുന്ന ശ്വാസത്തിൻ്റെ എണ്ണം 15 കൊറോണ സമയത്ത് ചില ആൾക്കാരെടുത്ത ശ്വാസത്തിൻ്റെ എണ്ണം 28, 30 ആയിരുന്നു. ശ്രദ്ധിച്ചറിയാൻ പറ്റും. അപ്പോൾ അത്രയും കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും? നമ്മുടെ ചിന്തകൾ മാറും. ശരി, ഉറങ്ങുന്ന സമയത്തെ നമ്മുടെ ശ്വാസങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. എന്നാൽ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്തോ ഭയങ്കര ഫാസ്റ്റായിരിക്കും. അപ്പോൾ ഒരു മുറിക്കകത്ത് ഉള്ള വായുവിൻ്റെ കണക്ക്, ആ കണക്ക് വെച്ചിട്ട് ശ്വാസം എടുക്കണേ ആണല്ലോ. അതെ. ഈ മുറി 10 പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റിയുള്ള മുറിയാണെങ്കിൽ 15 പേര് ഇരുന്നാൽ സഫോക്കേഷനായി. എന്തുകൊണ്ടാണ്? ഈ മുറിക്കകത്ത് 15 പേരെ കൊള്ളാനുള്ള വായുവിൻ്റെ കപ്പാസിറ്റി ഇല്ല. അപ്പം അതിന് ഒരു കണക്കുണ്ട്. ഒരു മനുഷ്യൻ ശരാശരി ഒരു മിനിറ്റിൽ 15 ശ്വാസം എടുക്കുകയാണെങ്കിൽ ആരോഗ്യമുള്ള ബോഡിയാണ്. അതിനെ വെല്ലുന്ന രീതിയിലുള്ള വായുവാണ് ഇവിടെ ഉള്ളതെങ്കിൽ ശരീരം കംപ്ലൈൻ്റ് ആവും. ശരീരം കംപ്ലൈൻ്റ് ആവും, മനസ്സ് കംപ്ലൈൻ്റ് ആവും, മനസ്സിലുള്ള ശരീരം കംപ്ലൈൻ്റ് ആവും. അതിനെ പറയുന്നവരാണ് വാസ്തു. മനസ്സിലായില്ല? കുറേയൊക്കെ മനസ്സിലായി. അതായത് യമവേദി എന്നും യൗവനമെന്നും വാർദ്ധക്യം എന്ന് പറയും. വാർദ്ധക്യമുള്ള ഒരാൾ, വാർദ്ധക്യത്തിലുള്ള ഈ മുറി വാർദ്ധക്യത്തിലാണെന്ന് കിട്ടെ, ഈ മുറിക്കകത്തുള്ള വായുവിൻ്റെ കണക്ക് വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ശ്വസിക്കുന്ന ഭാഗത്തിലായിരിക്കും. യവനത്തിൽ നിൽക്കുന്നത് എനിക്ക് പറ്റില്ല. കുട്ടികളുടെ ചുരുക്കല്ല യവനത്തിൽ വാർദ്ധക്യത്തിൽ പോകുമ്പോൾ. അപ്പോൾ ഞാൻ നിരന്തരമായി ശ്വസിച്ച് കഴിയുമ്പോൾ എൻ്റെ ബോഡി ഓട്ടോമാറ്റിക് ഞാൻ വാർദ്ധക്യത്തിൽ പോകും. കണ്ണ് കംപ്ലൈൻ്റ് ഉള്ള അവൻ്റെ ശ്വാസഗതി അല്ല ശ്വാസം കംപ്ലൈൻ്റ് ഉള്ള ആളുടെ ശ്വാസഗതി. അപ്പോൾ ഈ മുറിക്കകത്ത് ഏത് ഗതിയാണ് നിൽക്കുന്നത് ആ ഗതി നമ്മൾ അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീട് വയ്ക്കുമ്പോൾ വീടിന് സ്ഥാനം കാണണമെന്നും സ്ഥാനം കാണുമ്പോൾ ഇന്ന വർഷങ്ങൾ ഇവിടെ വയ്ക്കണമെന്നും ഇന്ന അമ്പലങ്ങൾ ഇവിടെ പാടില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ചില വീടുകളൊക്കെ വീടിൻ്റെ അകത്ത് ചെടി വയ്ക്കും. അതൊന്നും പാടില്ലാത്ത കേസലാണ്. മുറിക്കകത്തെ ചെടികൾ വയ്ക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ് മുറിക്കകത്ത് ചെടി വെക്കാൻ പാടില്ലാത്തത്? നമ്മുടെ ഓക്സിജൻ്റെ കണ്ടന്റ് വ്യത്യാസം വരും. മോഡേൺ സയൻസ് പറയുന്നുണ്ട് കുറേ ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, സൂര്യപ്രകാശം വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കറക്റ്റല്ല. നോക്കിക്കോ, മാനസിക ഒരു ഓഫീസ് കുഴപ്പമില്ല, അവിടെ പകൽ മാത്രം ഉള്ളെങ്കിൽ കുഴപ്പമില്ല. രാത്രി കാലങ്ങളിൽ അവിടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ വ്യത്യാസം വരും, ഓക്സിജൻ്റെ കണ്ടന്റ് വ്യത്യാസം വരും.